സ്നെൽസ് ലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയി ബന്ധപ്പെട്ട് മറ്റൊരു ഫിനോമിനയാണ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ്. പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ്. റിവേഴ്സിബിലിറ്റി എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ പറയാം ലൈറ്റ് തിരിച്ചു പോകുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തോ ആണ്. വെൻ എ ലൈറ്റ് റേ, ഒരു ലൈറ്റ് റേ ഒരു മീഡിയം 1 ഒരു ലൈറ്റ് റേ വരികയാണ്. OA ഈസ് ദ ലൈറ്റ് റേ. ഇറ്റ് ട്രാവലിംഗ് ഇൻ മീഡിയം 1. അത് ഞാൻ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നു. ഇറ്റ് ട്രാവലിംഗ് ഇൻ മീഡിയം 1. ദെൻ OA is the incident ray. It is traveling in medium 1. When a light ray, after suffering any number of reflections and refractions, കുറേ പ്രാവശ്യം റിഫ്ലക്ഷൻ നടന്നോട്ടെ റിഫ്രാക്ഷൻ നടന്നോട്ടെ, ആസ് ഇറ്റ്സ് എ ഫൈനൽ പാത്ത് റിവേഴ്സ്ഡ്, അതിൻ്റെ ഫൈനൽ പാത്ത് തിരിയുന്നു, ഓപ്പോസിറ്റ് ആവുന്നു, ആൻഡ് ഇറ്റ് ട്രാവൽ ബാക്ക് അലോങ് ഇറ്റ്സ് എൻറ്റർ ഇനീഷ്യൽ പാത്ത്. ഫൈനൽ പാത്ത് തിരിഞ്ഞ് റിവേഴ്സായിട്ട് അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ മുഴുവൻ ആദ്യം സഞ്ചരിച്ച് വന്ന ആ പാത്ത് മുഴുവൻ തിരിച്ച് സഞ്ചരിക്കുന്നു. ദിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ്. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. OA ഈസ് ദി ഇൻസിഡൻറ്റ് റേ. ഇറ്റ് ട്രാവലിംഗ് അലോങ് മീഡിയം 1 വരുന്നു. ദെൻ റിഫ്രാക്ഷൻ ഹാപ്പൻസ്. ഞാൻ ഒരു റിഫ്രാക്ഷനെ കാണിച്ചിട്ടുള്ളൂ. സോ റിഫ്രാക്ഷൻ ഹാപ്പൻസ്. AB is the refracted ray. Then a plane mirror. A plane mirror placed perpendicular to the ray. Emergent ray ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാനൊരു പ്ലെയിൻ മിറർ വെച്ചു. പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിൻ മിറർ വെച്ചു, തട്ടി. ഇറ്റ്സ് എൻറ്റയർ പാത്ത് ഗെറ്റ് റിവേഴ്സ്ഡ്. ആദ്യം വന്ന അതിൻ്റെ എൻറ്റയർ പാത്ത് മൊത്തം അത് തിരിച്ച് സഞ്ചരിക്കുന്നു. ഇറ്റ്സ് ട്രാവലിംഗ് ലൈക്ക് ദിസ്. ഇങ്ങനെ വന്നു. Refraction, any number of reflections or refraction, then it strikes on a plane mirror and its path get reversed. അതിൻ്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നു, റിവേഴ്സ് ആവുന്നു. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുഴുവൻ ആദ്യം വന്ന മുഴുവൻ പാത്തും സഞ്ചരിക്കുന്നു. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ് എന്ന് നമ്മൾ പറയുന്നു. ഇനി നോക്കൂ, നമ്മൾ ഈ കേസിൽ ഇൻകമിങ് ബ്ലൂ എന്നുള്ളത് ഇതിൽ ബ്ലൂ കളർ കൊണ്ട് കാണിച്ചിരിക്കുന്നത് ഇൻകമിങ് ആയിട്ടുള്ള കാര്യവും റെഡ് കൊണ്ട് കാണിച്ചിരിക്കുന്നത് റിവേഴ്സിബിലിറ്റി, റിവേഴ്സ് ചെയ്യുന്ന കാര്യമാണ്. സോ ഫസ്റ്റ് നമ്മളവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാണ്. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാണ്. സ്നെൽസ് ലോ പറയുന്ന അനുസരിച്ച് മ്യൂ സെക്കൻഡ് മീഡിയം വിത്ത് ഫസ്റ്റ് മീഡിയം, ഞാൻ നേരത്തെ പറഞ്ഞു മ്യൂ സെക്കൻഡ് മീഡിയം വിത്ത് ഫസ്റ്റ് മീഡിയം. സോ സൈൻ ഓഫ് ഫസ്റ്റ് മീഡിയത്തിലെ ആംഗിൾ സൈൻ ഐ, ഫസ്റ്റ് മീഡിയത്തിന് ആംഗിൾ ഐ ആണ്, കാരണം ഇവിടെ സെക്കൻഡ് മീഡിയം ആണ്. മുകളിലുള്ളത് മുകളിൽ വരണം, ഫസ്റ്റ് മീഡിയം ആണ് മുകളിലുള്ളത് മുകളിൽ. സൈൻ ഐ ബൈ സൈൻ ആർ. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. സൈൻ ഐ ബൈ സൈൻ ആർ. മ്യൂ 2 വിത്ത് റെസ്പെക്ട് ടു 1 ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ. ദെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ എ പ്ലെയിൻ മിറർ ആൻഡ് ഇറ്റ്സ് പാത്ത് ഗെറ്റ് റിവേഴ്സ്ഡ്. സോ ഇവിടെ വീണ്ടും സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്തുണ്ടാവും, വീണ്ടും എഗെയിൻ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാണ്. സോ മ്യൂ സെക്കൻഡ് മീഡിയം, അല്ലെ സെക്കൻഡ് മീഡിയം എന്നുള്ളത് ഏതായി മാറി, ഫസ്റ്റ് മീഡിയമായി മാറി. ഇങ്ങനെയാണ് റേ വരുന്നത്, തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെയാണ് റേ വരുന്നത്. ഇതാണ് ഇൻസിഡൻറ്റ് റേ. ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റത്തെ പാത്തിൽ ഇത് ഇൻസിഡൻറ്റ് റേയും ഇത് റിഫ്രാക്റ്റഡ് റേയുമാണ്. പക്ഷെ തിരിയുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി പ്രകാരം ഒരു പ്ലെയിൻ മിററിൽ തട്ടി തിരിയുമ്പോൾ ഇതാണ് ഇൻസിഡൻറ്റ് റേ ആവുന്നത്, ഇതാണ് റിഫ്രാക്റ്റഡ് റേ ആവുന്നത്. തിരിയാണ് ചെയ്യുന്നത്. സോ മ്യൂ 1 വിത്ത് റെസ്പെക്ട് ടു 2 ഈക്വൽ ടു 1 വിത്ത് റെസ്പെക്ട് ടു 2. സെക്കൻഡ് മീഡിയം ഈസ് ഫസ്റ്റ് മീഡിയം ഈ കേസിൽ. സോ നമ്മൾ എഴുതി മ്യൂ 1 വിത്ത് റെസ്പെക്ട് ടു 2. സോ മുകളിൽ 2 ആണ്, അതേതാണ്, ഇതാണ് അവിടുത്തെ ആംഗിളാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ആർ ബൈ sin I. Sin R by sin I. This is considered as equation number 2. Then multiplying 1 and 2. 1നെയും 2നെയും നമ്മൾ മൾട്ടിപ്ലൈ ആണ്. ഇത് നമുക്ക് കിട്ടിയത് ഈ രണ്ട് ഇക്വേഷൻ എവിടെ അപ്ലൈ ചെയ്തിട്ടാണ്, എ എന്ന് പറയുന്ന പോയിന്റിൽ ആ പൊസിഷനിൽ എന്ത് അപ്ലൈ ചെയ്തു, സ്നെൽസ് ലോ അപ്ലൈ ചെയ്തു.
സ്നെൽസ് ലോ അപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കിട്ടിയത്. ദെൻ മൾട്ടിപ്ലൈയിങ് 1 വിത്ത് റെസ്പെക്ട് ടു 1 ഇൻറ്റു 2 വി ഗെറ്റ്, നമുക്ക് എന്ത് കിട്ടും? mu 21 ഇൻറ്റു mu 12 ഈക്വൽ ടു mu 21 sin I by sin R sin I by sin R ഇൻറ്റു mu 1 with respect to sin R by sin I. ഇങ്ങനെയാണ് നമ്മൾ അതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ക്യാൻസൽ ഔട്ട്, ദിസ് ഈസ് ഓൾസോ ക്യാൻസൽ ഔട്ട്. സോ നമുക്ക് എന്ത് കിട്ടി? mu 2 with respect to 1 into mu 1 with respect to 2 equal to 1 യൂണിറ്റി എന്ന് കിട്ടി. സോ നമുക്ക് ഇവിടെ എഴുതാം mu 2 with respect to 1 into mu 1 with respect to 2 equal to 1 എന്ന് കിട്ടി. That means mu 2 with respect to 1 equal to 1 by mu 1 with respect to 2. അത് ഞാനിവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. mu 2 with respect to 1 equal to mu 1 by reciprocal of refractive index of first medium with respect to second medium. Finally, refractive index of second medium with respect to first medium equal to reciprocal of refractive index of first medium with respect to second medium. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ, പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിൾ. അപ്പോൾ നമുക്ക് പ്രൂവായി, ഇവിടുന്ന് അങ്ങോട്ട് പോവുക തിരിച്ചു പോവുക. അപ്പോൾ നമുക്ക് ആ കാര്യം പ്രൂവായി. എന്ത് പ്രൂവായി? വെൻ ലൈറ്റ് റേ ആഫ്റ്റർ സഫറിങ് എനി നമ്പർ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ as its final path reversed, it travel back along its entire initial path. This is called principle of reversibility of light. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം.